ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് സ്നേഹ അന്വേഷണം. നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്കും സന്തോഷമാണ്. എനിക്ക് കുറച്ച് പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അതിലെനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് തൊഴിലുറപ്പ് സൈറ്റിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സൈറ്റിലെത്തി ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തിട്ട് മസ്റ്റർ റോളിൽ ഒപ്പിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പണിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു മാമയുണ്ട് കേട്ടോ. ആ മാമനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമാണെന്ന് തോന്നും, പക്ഷേ ഫോട്ടോ എടുക്കുന്നതിന് ഇഷ്ടപ്പെടുവോ ഇല്ലേന്നൊന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം മാമന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചുറ്റുപാടും എടുത്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് പറയാണ്, മക്കളെ എൻ്റെ ഫോട്ടോ എടു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാമ വന്ന് സ്വമേധയായിട്ട് വന്ന് നിൽക്കുകയാണ്. കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും, പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒത്തൊരുമയോടെയും സ്വരുമപ്പോടെയും സന്തോഷത്തോടെയും തന്നെയാണ് പോകുന്നത്. എന്ത് കാര്യത്തിനായിരുന്നു നല്ല സപ്പോർട്ടും പിന്തുണയും കൂടെയുണ്ട്. മാമന്മാരായിരുന്നാലും നല്ല സഹകരണം തന്നെയാണ്. പണികൾ അറിഞ്ഞൂടാത്തവർക്ക് അത് ഇങ്ങനെ ചെയ്യണം എന്ന് അവർ പറയും. ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ കുറച്ച് സ്ത്രീകൾക്കായിരുന്നാലും വേറെ ജോലികൾക്ക് പോകാൻ കഴിവില്ലാത്ത വയസ്സായവർക്കായിരുന്നാലും ഒരു ഉപകാരം തന്നെയാണ്. അതൊരു നല്ല വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മറ്റുള്ളവർ കളിയാക്കുമെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊരു ധനസഹായം തന്നെ. കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് ഈ പൈസ വാങ്ങുന്നത്. ഒപ്പിട്ട് ഞങ്ങൾ നടക്കാനാണെങ്കിൽ കുറേ ദൂരമുണ്ട്. ഇന്നത്തെ 3 മിനിറ്റ് ഒന്നും തീരൂല ആ അത്രയ്ക്ക്. ഫോട്ടോ എടുക്കുന്ന ഒരു സൈറ്റ്, പണി നടക്കുന്നത് ഒരു സൈറ്റ്. അപ്പോൾ ഞങ്ങളിതാ ഒപ്പിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള മാമന് അപ്പോൾ കുറച്ച് പേരെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളെ ജോലിയും കാര്യങ്ങളും എല്ലാം തൊഴിലിരിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്. 1 ഏക്കർ 2 ഏക്കർ 5.5 ഏക്കറൊക്കെ വയ്ക്കുമ്പോൾ 10-30 ദിവസത്തെ പണിയുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് തീർക്കാനും അത് പണ വെട്ടി പിടിക്കാനും മഴക്കുഴി എടുക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പം ഞാൻ പോയ കാലം തൊട്ടേ നമ്മളവിടത്തെ ഏത് സൈറ്റിൽ പോയാലും, ഞാൻ ഏത് സൈറ്റിൽ പണിക്ക് പോയിട്ടുണ്ടോ അവിടെ എല്ലാം നല്ല ജോലികൾ തന്നെയാണ് ചെയ്ത് ക്ലീനാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കണ്ടക്കാരും കണ്ടങ്ങൾ കൊടുക്കില്ല. പിന്നെ പൊതുവിലെ ഒരു സ്വഭാവം, ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ തൊഴിലിരിക്കാൻ പോകുന്നു, അത് കളിയാക്കി പറയുന്നതാണ്. എല്ലാവരെയും കൂടി അടച്ചാക്ഷേപിച്ച് പറയുന്നതാണ്. അങ്ങനെ പറയുന്നവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. 1000 കുടത്തിൻ്റെ വാ മൂടി കെട്ടാം, പക്ഷെ ഒരു നാവിൻ്റെ കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ജോലി ചെയ്ത് വിയർക്കുന്നവർക്ക് പിന്നെ മാരകമായ അസുഖം, ക്യാൻസർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ എന്തോരം ജോലി ചെയ്തിട്ടുള്ളതാണ്. ജോലി എന്ന് പറഞ്ഞാൽ ഒരു സമയം റെസ്റ്റ് ഇല്ലാത്ത ജോലിയാണ്. വിയർത്ത് വെയിലത്താണ് പണിയെടുക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാണ് മരിച്ചത്. അപ്പോൾ ഇത് ക്യാൻസർ വരാൻ ആർക്കും വരാം, എപ്പോഴും വരാം. എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്കറിയാനുള്ളൊരു തിരിച്ചറിവ് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, അധ്വാനിക്കുന്നവനും ആയാലും ഭാരം ചുമക്കുന്നവനായാലും AC റൂമിലിരുന്ന് പിന്നെ ജോലി ചെയ്യുന്നവനായാലും മാരകമായ അസുഖമാവട്ടെ എന്താവട്ടെ, ക്യാൻസർ, ഹാർട്ടിൻ്റെത് എല്ലാവർക്കും വരുന്നത് തന്നെയാണ്. ഇന്നത്തെ എൻ്റെ ഈ സംഭവങ്ങളെല്ലാം നിർത്തുവാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.